ലോകം നടുങ്ങുന്ന അപകടം ഹറം ശരീഫിന്റെ മത്താഫിന്റെ മുകളിലേക്ക് ക്രയം പൊട്ടി വീണതല്ലേ? പാലക്കാടുകാരി മുഅ്മിന എന്ന് പറയുന്ന 30 വയസ്സുകാരിക്ക് പണച്ചറപ്പ് കൊടുത്ത ഭാഗ്യമേടാ. നമ്മളൊക്കെ മുഅ്മിന എന്ന പെണ്ണിന് വേണ്ടി അല്ലാഹുവേ അവർക്ക് നീ സ്വർഗ്ഗം നസീബാക്കണേ തമ്പുരാനെ. ക്രയം പൊട്ടിയിട്ട് മരിച്ചുപോയ 107 രക്തസാക്ഷികൾക്ക് സൗദിയുടെ സൽമാൻ രാജാവ് 1.25 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുമ്പോഴും 2 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പറയുമ്പോഴും അവരെ ആശ്രിതരെ 2 പേർക്ക് അടുത്ത വർഷം രാജാവിന്റെ അതിഥിയായി ഹജ്ജിന് പാരിതോഷികം കൊടുക്കുമ്പോഴും ഞാനിന്ന് ആ വാർത്ത വായിക്കുമ്പോൾ മനസ്സിൽ ചിന്തിച്ചു, അല്ലാഹുവേ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് തൽബിയത്തും ചൊല്ലി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിർമ്മല ഹൃദയമായിട്ട് കഅബാലയത്തിന്റെ മത്താഫിലൂടെ തവാഫ് ചെയ്യുമ്പോ ഈ കാണുന്ന 1.25 കോടിയുടെ പാരിതോഷികമല്ല, സൽമാൻ രാജാവിന്റെ അതിഥിയായിട്ട് 2 പേര് ഹജ്ജ് ചെയ്യലല്ല. ലോക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഭൗതികമായ സാഹചര്യം 2016 2015 ഏറ്റവും വലിയ സൗഭാഗ്യവതി കേരളക്കരയിലെ മുഅ്മിന എന്ന പെണ്ണ. അവളുടെ പേര് സൂക്ഷിക്കുന്നത് പോലെ സൂചിപ്പിക്കുന്നത് പോലെ മുഅ്മിനത്തായി കൈവാലയത്തിന്റെ മത്താഫിലൂടെ തവാഫ് ചെയ്യുമ്പോ ഇബ്രാഹിം നബി കടന്നുപോയ ആദറാ ബീവിയുടെ കാലിന്റെ സ്പന്ദനമേറ്റ ഇസ്മായിലിന്റെ ഗദ്ഗതങ്ങളേറ്റ് പൊട്ടിക്കരഞ്ഞ കൈവാലയത്തിന്റെ മത്താഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കവേ ആ സമയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്തിന്റെ മന്ത്രവുമായി പാലക്കാട് 30 വയസ്സുള്ള നിറയൗവനത്തിന്റെ പ്രതീകമായ മുഅ്മിന എന്ന പെണ്ണ് കടന്നു പോകുമ്പോ ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെ സാങ്കേതിക വിദ്യയിൽ നിൽക്കുന്ന ഹറം ശരീഫിന്റെ മുമ്പിലെ ക്രയം പൊട്ടി വീഴുമ്പോ ആ ക്രയിനിന്റെ അവശിഷ്ടങ്ങൾ വന്ന് ശരീരത്തിലേക്ക് വലിച്ചിട്ട് രക്തം കൈവാലയത്തിന്റെ മത്താഫിലൂടെ ഒടുകുമ്പോ മത്താഫിലൊടിയ രക്തമാരുടേടാ മത്തൂരി വകിതാബിൻ സൂറത്ത് തൂറോടിയുമ്പോ മക്കാ കുഫാറുകളെ തല പൊട്ടിച്ചത് വെച്ചിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ രക്തം കൈവാലയത്തിന്റെ മത്താഫിലൊടുകിയിട്ടുണ്ട്. മക്കാ ഖുറൈശികളുടെ മർദ്ദനമേറ്റിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം കൈവാലയത്തിന്റെ മത്താഫിൽ വീണിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിന്റെ സാന്നിധ്യമുള്ള ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദിന്റെ രക്തത്തിന്റെ സാന്നിധ്യമുള്ള ആ കൈവാലയത്തിന്റെ മത്താഫിലെ പാലക്കാടുകാരി മുഅ്മിന എന്ന പെണ്ണ് മരന്ന് വീഴുമ്പോ ഓടി വന്ന കൈവാലയത്തിന്റെ ഭാഗത്തുള്ള ആളുകൾ ചെയ്തതെന്നറിയോ? അത് കണ്ടുകൊണ്ടിരുന്ന ഇപ്പോഴും ബില്ലാദൻ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ നേതൃത്വം വഹിക്കുന്ന എന്റെ സുഹൃത്ത് സാബിർ ബാക്കവി ഇപ്പോഴും ആ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അറബില് ഇനിങ്ങാൻ വിളിച്ചപ്പോ പറഞ്ഞതാണ്, ബാക്കവി അവിടെ ക്രയം പൊട്ടി വീണിട്ട് ആളുകളുടെ ശരീരത്തിലേക്ക് രക്തം ഇങ്ങനെ മുറിഞ്ഞൊടുകുമ്പോ അവസാനം കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഓടി വന്ന ആളുകൾ ആംബുലൻസ് വിളിക്കലല്ല, 108 ഡയറി ചെയ്യലല്ല, ഹറം ശരീഫിന്റെ മറുഭാഗത്ത് നിവർത്തി വെച്ചിരിക്കുന്ന സംസം വെള്ളം എടുത്തുകൊണ്ടുകൊണ്ട് ഓടിക്കൊണ്ടുവന്ന ആ സംസം അവരുടെ നാവിലേക്ക് തൊട്ടുകൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആളുകളും അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നൽകുന്ന പാലക്കാട് ജില്ലയിൽ ജനിച്ചിട്ട് അവസാനം 30 വയസ്സ് വരെ ജീവിച്ചിട്ട് കൈവാലയത്തിന്റെ മത്താഫില് പോയി അവസാനം മുഅ്മിന എന്ന പെൺകുട്ടിയുടെ നാവിലെ അവസാനത്തെ ഭക്ഷണമേടാ ഓ ഭക്ഷണം മാംസമാ. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅ്മിന എന്ന് പറയുന്ന പാലക്കാടുകാരിയെ കബറടക്കിയിട്ടവളുടെ ജമാഅത്തിന്റെ പള്ളിക്കാട്ടിലല്ല, ബഹുമാനപ്പെട്ട ലോകത്തിന്റെ മുഴുവൻ പെണ്ണുങ്ങളുടെയും നേതാവ് ഖദീജ റളിയല്ലാഹു തആലാവിനെ കബറടക്കിയ കഅബാലയത്തിന്റെ മറുഭാഗത്തുള്ള ജന്നത്തുൽ മുഅല്ലായില് പാലക്കാട്ടുകാരി മുഅ്മിന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അന്ത്യവിശ്രമത്തിന് അവസരം കിട്ടിയെങ്കിൽ എന്നെ കേൾക്കുന്ന പെണ്ണേ, നമ്മുടെ ജമാഅത്ത് പള്ളിയുടെ മറുഭാഗത്തല്ല, കഅബാലയത്തിന്റെ മത്താഫിൽ അവളെക്കാൾ അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരി ഉപേക്ഷിച്ചിട്ട് പോയ പൊന്നുമക്കള് അല്ലാഹു ഹാഫിളീങ്ങളെ സാലിഹീങ്ങളുമാക്കി കൊടുക്കട്ടെ. വിരക ദുഃഖത്താൽ പൊട്ടിക്കരയുന്ന ഭർത്താവിന് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ആ ഭർത്താവിന് ബേജാറില്ല, മുഅ്മിനെ പ്രസവിച്ച ഉമ്മാക്കും ഉപ്പാക്കും ഇത്രയും ഭാഗ്യമുള്ള മോളേടാവുള്ളത് കഅബാലയത്തിന്റെ ജന്നത്തുൽ മുഅല്ലായിൽ കബറടക്കപ്പെട്ട അതിനു മുമ്പ് ഒരു മലയാളിയെ കബറടക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആരെന്നറിയോ?
ആരെന്നറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള പള്ളിക്കോലായിൽ തന്റെ തലയിൽ കെട്ടിയ തലപ്പാവരിച്ച് വെച്ചിട്ട് പൈസ പിരിച്ചു. ആ പൈസ കൊണ്ട് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് ആയിരക്കണക്കിന് മദ്രസകൾ നിർമ്മിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, മാനായ ബാഫഖി തങ്ങളെ കബറടക്കപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചാരിതാർത്ഥ്യമുള്ള ആരുടെ ചാരത്താണ്? പാലക്കാടുകാരി മുഅ്മിന എന്ന് പറയുന്ന പെണ്ണിന്റെ ഖബറെന്നറിയോ? നാളെ സ്വർഗത്തിന് തന്നെ നേതാവായിട്ട് നിൽക്കേണ്ട സ്വർഗ സ്ത്രീകൾക്ക് 4 നേതാക്കന്മാരുള്ളത്. ഒന്നാമതായിട്ട് മുത്തുനബി പറഞ്ഞത് ഖദീജ ബിൻത് ഖുവൈലിദ്. ഒന്ന് ഖുവൈലിദിന്റെ മകളായ ഖദീജ, 2 മറിയം ബിനത്ത് ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം, 3 ആസിയ ബിൻത് മസാഹിം, മസാഹിമിന്റെ മകളായ ആസിയ, 4 ഫാത്തിമ ബിൻത് മുഹമ്മദ്, എന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ. നാളെ സ്വർഗത്തിന് ഞാൻ ആരുടെ പുറകിലാണോ നിൽക്കേണ്ടത്? ആ നേതാവിന്റെ ചാരത്താറടി മണ്ണിന് അന്ത്യവിശ്രമം കൊണ്ട് മുഅ്മിന എന്ന പെണ്ണിനേക്കാൾ വലിയ ഭാഗ്യമാരാ കൊടുത്തിട്ടുള്ളത്. കഅബയിൽ ഉംറക്ക് വരുന്ന, ഹജ്ജിന് വേണ്ടി വരുന്ന ഒരു ആദ്യം ജന്നത്തുൽ മുഅല്ല സിയാറത്ത് ചെയ്യാതെ പോകാറില്ല. 200 രാഷ്ട്രങ്ങളിൽ നിന്ന് 400-ലധികം ഭാഷ സംസാരിക്കുന്ന 10,000-കണക്കിന് ആളുകളെ ദുആ ഏറ്റുവാങ്ങാൻ ആ പ്രിയപ്പെട്ട പെണ്ണിന് കഴിഞ്ഞെങ്കിൽ പെങ്ങളെ ഖുർആന്റെ വഴികാട്ടൽ ഇവിടെയാണ്. ഖുർആൻ വഴികാട്ടിയവർക്കൊക്കെ കൊതിപ്പിക്കുന്ന മരണമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു നമുക്ക് ആ മരണം നൽകുമാറാകട്ടെ. അല്ലാഹു ആ മരണം നൽകട്ടെ. അല്ലാഹു ആ മരണം നൽകട്ടെ. എത്രയോ തീർത്ഥാടകര് തിക്കിലും തിരക്കിലും പെട്ടിട്ട് മരിച്ചിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ. പക്ഷെ ഇങ്ങനെ മരിച്ച ഭാഗ്യം ഒരു മുസ്ലിമിനെയുള്ളൂ. അവസാനത്തെ ഭക്ഷണം സംസം. ആ പെണ്ണ് പാലക്കാട് കിടന്നാ മരിച്ചെങ്കിൽ സംസം അവസാനം കിട്ടുമായിരുന്നില്ല. കിട്ടുമോ? അവസാനം കിട്ടിയത് മുഅ്മിന എന്ന പെണ്ണിന് താവിന് വന്നത് സംസം. അവസാനത്തെ വാക്കോ ദുരന്തത്തിൽ മരിച്ചപ്പോ ആ സമയത്ത് അവിടെ നിന്ന് മുഴുവൻ മുത്തവ്വിമാരും ഓടിച്ചെന്നവർക്ക് സംസം തൊട്ടുകൊടുത്തു, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. കഅബാലയത്തിന്റെ കറുത്ത കില്ലയുടെ താഴെ സ്വർഗം